നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരീരത്തിനും മനസ്സിനും ഒരു പ്രത്യേക പരിചരണം ആവശ്യമായ മാസമാണ് കർക്കിടകം. ഇത് രോഗഭീതിയുടെയും ബലഹീനതയുടെയും മാസമെന്നറിയപ്പെടുന്നു. പക്ഷേ ശരിയായ രീതിയിൽ കർക്കിടക കാലത്ത് ജീവിതശൈലി പിന്തുടരുന്നുവെങ്കിൽ ഈ മാസം നമ്മുടെ ശരീരത്തെ ആകെ പുനർജീവിപ്പിക്കാൻ സഹായിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കർക്കിടക കാലത്ത് ഏറെ പ്രയോജനപ്രദമായ 5 ആയുർവേദ തത്വങ്ങളെക്കുറിച്ചാണ്. ആദ്യമായി കർക്കിടക കഞ്ഞി. കർക്കിടക കാലത്ത് ആദ്യം പറയേണ്ടത് തന്നെ കർക്കിടക കഞ്ഞിയെക്കുറിച്ചാണ്. ഈ ലഘുഭക്ഷണത്തിൽ തന്നെ ശരീരത്തെ വല്ലാതെ പോഷിപ്പിക്കുന്നതിനും വിഷങ്ങളെ പുറത്താക്കുന്നതിനുമായ ഔഷധങ്ങൾ അടങ്ങിയിരിക്കുന്നു. കഞ്ഞിയിലേക്കായി ചേർക്കുന്ന കുരുമുളക്, ജീരകം, ഇഞ്ചി, ഉലുവ മുതലായവ പ്രതിരോധശേഷി കൂട്ടും. ദിവസവും രാത്രി ഭക്ഷണത്തിനു ശേഷം കഞ്ഞി കുടിക്കുന്നത് ശാരീരിക ശുദ്ധിക്കും മനസ്സിന് ശാന്തിക്കും സഹായിക്കുന്നു. അടുത്തത് നാളികേര തൈലമോ മറ്റ് ആയുർവേദ തൈലങ്ങളോ ഉപയോഗിച്ചുള്ള അഭ്യംഗം. ഇത് തലയോട്ടിയും മനസ്സും ശാന്തമാക്കുന്നു. ശരീരത്തിലെ വാതം കുറയ്ക്കാനും തലവേദന, നെഞ്ചുവേദന, അമിതമായ ക്ഷീണം എന്നിവ കുറയ്ക്കാനും നാളികേര എണ്ണയുടെ അഭിനിവേശമുണ്ട്. വേദനകൾ ഉള്ള ഇടങ്ങളിൽ താൽക്കാലികമായി തൈലം തേച്ച് ബാഷ്പം കുറിക്കുക. ഇത് വീട്ടിലിരിക്കുമ്പോൾ ചെയ്യാവുന്ന എളുപ്പവും പ്രായോഗികവുമായ ചികിത്സയാണ്. അടുത്തത് തുളസി ഇഞ്ചി കഷായം. ഇത് ആന്തരിക പ്രതിരോധം ശക്തമാക്കുന്നു. പ്രതിദിനം ഒരുപാട് തുളസിയും ചെറുതായി ഇഞ്ചിയും ചൂടുവെള്ളത്തിൽ കഷായമാക്കി കുടിക്കുക. ഈ കഷായം ശ്വാസകോശ ശുദ്ധീകരണത്തിനും പനിയും ചുമയും തടയുന്നതിനും സഹായം ചെയ്യുന്നു. അടുത്തത് ധ്യാനം. മനസ്സിൻ്റെ ആയുർവേദമാണ് ധ്യാനം. മഴയുടെ ശബ്ദം, ചൂടുള്ള കാപ്പി, ഒപ്പം കുറച്ചു നിമിഷം ആത്മധ്യാനം. കർക്കിടകം പ്രകൃതിയുമായി ഏകീകരിച്ച് ആത്മീയമായ സമയം കൂടിയാണ്. ദിവസവും 10 മിനിറ്റ് കണ്ണടച്ച് ശ്വാസത്തെ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് വിശ്രമം നൽകുന്നു, ആന്തരികമായ സംതൃപ്തി നൽകുന്നു. അടുത്തതായി പുരാതന പാചകരീതികൾ ഉൾപ്പെടുത്തിയുള്ള ഭക്ഷണരീതി. പൊതിച്ചോറുകൾ, പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ ചേർത്ത് വയ്ക്കുന്ന കറിവേപ്പില, മഞ്ഞൾപ്പൊടി എന്നിവ പ്രത്യേകിച്ചും കർക്കിടകത്തിൽ ആരോഗ്യത്തിന് അനിവാര്യമാണ്. നൈസർഗികമല്ലാത്ത പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ ഒഴിവാക്കി വീട്ടിലുണ്ടാക്കുന്ന സാധ്യങ്ങൾ ഉപയോഗിക്കുക. ശരീരത്തിന് വിശ്രമവും മനസ്സിന് സമാധാനവും നൽകുന്ന ഈ മാസത്തെ നമ്മൾ ആത്മീയമായ ആഴത്തിൽ അനുഭവിക്കണം. ഇതുപോലെയുള്ള ആത്മീയതയും ആയുർവേദപരവുമായ അറിവുകൾക്കായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി.